നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വിയോഗം, അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നമ്മൾ ഈ ചേർന്നിരിക്കുന്ന ഈ സായാഹ്നത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നേരത്തെ ചന്ദ്രശേഖരൻ സൂചിപ്പിച്ചതുപോലെ MT വാസുദേവൻ നായർ സാറ്, മലയാളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ എഴുത്തുകാരൻ, കാലവും മഞ്ഞും നാലുകെട്ടും രണ്ടാമൂഴവും ഇരുട്ടിൻ്റെ ആത്മാവൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ആ മഹാപ്രതിഭയുടെ വിയോഗത്തിൽ ഉള്ള നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുക. ഒപ്പം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗണേശപിള്ള ചേട്ടനെ സ്മരിക്കുക. അപ്പോൾ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന കുട്ടിക്കൃഷ്ണൻ ചേട്ടൻ വിട്ടുപോയിട്ട് അധികകാലമായിട്ടില്ല, നാളെ ഒരു വർഷം തികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ എനിക്കും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള 2 വർഷം, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കുട്ടിക്കൃഷ്ണൻ ചേട്ടൻ. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിസ്സീമമായിട്ടുള്ള ഒരു പിന്തുണ, എല്ലാ തരത്തിലും പിന്തുണ തന്നിരുന്ന ഒരാളാണ്. പേഴ്സണലി എനിക്കും വളരെ വേദന ഉണ്ടാക്കിയ ഒരു വിയോഗമാണ്. അപ്പോൾ ഇത്രയും പേരെ സ്മരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ തീർച്ചയായും നമുക്ക് ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആദരണീയനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം 1991 പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുകയാണ്. നോ പവർ ഓൺ എർത്ത് ക്യാൻ സ്റ്റോപ്പ് ആൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം. ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും ഒരു ആശയത്തെ, അതിൻ്റെ സമയം എത്തിച്ചേർന്ന ഒരു ആശയത്തെ തടുക്കാനാവില്ല. I suggest to this August House that the emergence of India as a major economic power happens to be one such idea. ഈ ഓഗസ്റ്റ് ഹൗസിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, that the emergence of India, ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് ആസ് എ മേജർ ഇക്കണോമിക് പവർ, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് പവർ ആയിട്ട് വരിക എന്നുള്ള ഒരു ആശയം അത്തരത്തിലൊന്നാണ്. 1991 നമുക്കറിയാം, ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം നമ്മുടെ രാജ്യം കൈക്കൊണ്ട വർഷമാണ്. നമ്മളെല്ലാവരും ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്ന റാവു മൻമോഹൻ റിഫോംസ് എന്ന് പറയുന്ന LPG എന്ന ചുരുക്കത്തിൽ നമ്മൾ വിളിക്കുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇന്ത്യയുടെ വാതിലുകളെ തുറന്നു കൊടുക്കുക, സാമ്പത്തികമായ ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രൈവറ്റൈസേഷന് ഒക്കെ തുറന്നു കൊടുക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കപ്പെട്ടിട്ടുള്ള വർഷം 1991. ലോക സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ ഒരു കുതിച്ചു ചാട്ടത്തിന് കാരണമായിട്ടുള്ള വലിയ കടങ്ങളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ച് ഒരു സമ്പന്നതയിലേക്കുള്ള കുതിപ്പിലേക്ക് നയിച്ച റാവു മൻമോഹൻ റിഫോംസ് നടക്കുന്ന 1991 കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. അതായത് ഈ ആശയം, ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇക്കോണമികളിൽ ഒന്നായിട്ട് വളരുക എന്നുള്ള ആശയത്തിനുള്ള സമയം എത്തിക്കഴിഞ്ഞു. അതിനെ ഇനി ഒരു ശക്തിക്കും തടുക്കാനാവില്ല എന്ന് വേണം നമുക്ക്. അത് തന്നെയാണ് പിന്നീട് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: വെൻ സിംഗ് സ്പീക്സ് ദ വേൾഡ് മസ്റ്റ് ലിസൺ ടു ഹിം. സിംഗ് സംസാരിക്കുമ്പോൾ ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കണം. Singh's knowledge will be useful for the entire world. സിംഗിൻ്റെ അറിവ്, പാണ്ഡിത്യം അത് ഈ ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കുമെന്ന് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞ വാക്കുകളാണ്. 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകൾ നമ്മൾ കോൺഗ്രസ്സുകാർ സ്ഥിരം പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഭരണകാലാവധിയുടെ അവസാന കാലത്ത് ജന്തർ മന്ദറിൽ അരങ്ങേറിയിട്ടുള്ള നാടകങ്ങളും ആ സർക്കാരിനെതിരെയായിട്ടുള്ള ക്യാമ്പയിൻസും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. സത്യത്തിൽ
മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആ 10 വർഷക്കാലം അദ്ദേഹം ഏറ്റവും അധികം ആരോപണം കേട്ടിട്ടുള്ളത് സംസാരിക്കാത്ത പ്രധാനമന്ത്രി അല്ലെ, മൗനി ബാബ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തെ കളിയാക്കിയിരുന്നത്. സത്യത്തിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു ചൊല്ല് പറയാറുണ്ട് അല്ലെ, ഒരുപാട് പാണ്ഡിത്യമുള്ള ആളുകൾ ഒരുപാട് കിരിങ്ങി നടക്കില്ല എന്ന് പറയും അല്ലെ. ആ മലയാള ഒരു പർട്ടിക്കുലർ എന്താണ് പഴഞ്ചൊല്ലുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. നിറകുടം തുളുമ്പില്ല. അതുപോലെ ഒരുപാട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കില്ല. അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളെ സംസാരിക്കുകയുള്ളായിരുന്നു. അത് ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ, ഏറ്റവും നല്ല അനാലിസിസിന്റെ, മൗനമായിട്ട് വീക്ഷിക്കുക, വിലയിരുത്തുക, പഠിക്കുക, വേണ്ട കാര്യം